ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പ്രസന്റ് വേൾഡിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ കെ എന്ന നമ്മുടെ ചായക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ലവർ ഇപ്പോൾ നമ്മുടെ ചായന്റെ അടുത്ത് വന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ്. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ തന്നെ ലവർ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് ഇപ്പോൾ അവനെ റിജക്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിലും പിന്നീട് അവളെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് നീ എന്റെ ഒപ്പം ഇത്രയും നാൾ നടന്ന് എന്റെ ബോയ് ഫ്രണ്ടിനെ നീ തന്നെ സെഡ്യൂസ് ചെയ്ത് എന്നെ ചീറ്റ് ചെയ്യാനായിട്ട് നിനക്ക് നാണല്ലേന്നൊക്കെ പറഞ്ഞ് അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ അവൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് അവളെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ആ ഒരു ക്യാമ്പസിൽ ഒരുപാട് ദിവസങ്ങൾ ഈ ഒരു കാര്യം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് അവരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കാൻ പറ്റാണ്ട് അവരുടെ എല്ലാവരുടെയും റൂമേഴ്സ് ഒക്കെ കേട്ട് കോളേജും എന്തിന് അവരുടെ ലൈഫ് തന്നെ ചായക്ക് മടുത്തപ്പോഴാണ് അവള് കോളേജൊക്കെ നിർത്തി ഫുൾ ടൈം വീട്ടിലിരുന്ന് ആദ്യമായിട്ട് ദ ഒബ്സസീവ് ടൈറന്റ് എന്ന ആ ഒരു നോവല് വായിക്കുന്നത്. കാരണം അത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിലും ആ ഒരു നോവൽ വായിക്കുമ്പോൾ അത് അത്രമാത്രം റിലീഫും സന്തോഷം അവൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന നമ്മുടെ ചായ കാണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവള് ബോധം കെട്ടി വീണതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ പെണ്ണും അവളുടെ ചേട്ടന്മാരെല്ലാരും കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവള് ഉറക്കെഴുന്നേൽക്കുമ്പോൾ അവളുടെ ചേട്ടന്മാര് അവളുടെ അടുത്തിരുന്ന് എന്നാലും ഇന്നലെ എന്തായിരിക്കും പ്രിൻസ് ആയിട്ടുള്ള ഈ പെൺ അവരുടെ അടുത്ത് പറയാൻ വന്നതെന്ന് അവരിപ്പോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചായനെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഈ പെൺ പറയാൻ പോയതെങ്കിലും മനഃപൂർവ്വം തന്നെ ആ ഒരു കാര്യം അവിടെ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോഴും അവളുടെ ചേട്ടന്മാരത് വിട്ടിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാൻ നിൽക്കുമ്പോൾ അവൾ ഓരോ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ഇതേ നേരം അവര് പറഞ്ഞ് തലേദിവസം രാത്രി അവളെ ചികിത്സിക്കാനായിട്ട് ഈ പെൺ അവരുടെ രാജ്യത്തിലെ റോയൽ ആയിട്ടുള്ള ഫിസീഷ്യനെ തന്നെ വിളിച്ചു എന്നും പക്ഷെ ഇപ്പൊ ചായയുടെ ബോഡി വളരെ വീക്ക് ആയതുകൊണ്ട് അതിന് വേണ്ട മരുന്ന് വാങ്ങിക്കാനായിട്ട് അവർ അന്നത്തെ കാലത്തെ ഒരു വൈദ്യന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയാണ് അവര് കാണുന്നത്. അങ്ങനെ അവനിൽ നിന്ന് വേഗം തന്നെ തിരിച്ച് ഓക്കെ ആവാനായിട്ടുള്ള മരുന്ന് കുറെ ദൂരം അകലെയുള്ള ഒരു മൗണ്ടിന്റെ മുകളിലാണെന്നും പക്ഷെ അവിടെ ഈ ടൈഗേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ വരെ പോയി ആ ഒരു മരുന്ന് എടുക്കാനായിട്ട് തനിക്ക് കഴിയില്ലെന്നും തനിക്ക് അതിന് പേടിയാണെന്നും ആ ഒരു കുട്ടി ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അത്രയും ദൂരം ആ ഒരു രാത്രി തന്നെ ഒറ്റയ്ക്ക് ചായയുടെ ഹെൽത്ത് വേഗം തന്നെ ശരിയാവാനായിട്ട് അവൾക്ക് വേണ്ട ആ ഒരു മരുന്ന് എടുക്കാനായിട്ട് ചെല്ലുന്ന നമ്മുടെ ഈ പെണ്ണയാണ്. അങ്ങനെ ഈ പെണ്ണിപ്പോ ഫൈനലി ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇതേ ടൈം തന്നെ അവിടേക്ക് ഒരു ടൈഗർ വന്ന് ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈഗറിന്റെ കയ്യിൽ നിന്ന് അവന്റെ വാൾ ഉപയോഗിച്ച് അവൻ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ നിൽക്കുന്നതിന്റെ ഇടയിൽ അവൻ തെന്നി മാറി ഒരു കൊക്കയിലേക്ക് വീഴാനായിട്ട് നിൽക്കുന്ന നേരത്ത് ആ ഒരു കൊച്ചിപ്പോ അവിടേക്ക് വരുന്നുണ്ട്. സോ ഇങ്ങനെ ആ ഒരു കുട്ടി അവിടെ കാണുമ്പോൾ തന്നെ അവൻ സാധാരണ ഒരു മനുഷ്യനല്ലെന്നും ഈ മൗണ്ടെയിൻ ഗോഡിന്റെ എന്തോ ഒരു ശക്തി അവനിൽ ഉണ്ടെന്നും ഈ പെണ്ണ് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു മരുന്ന് അവൻ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് അവളെ അവൻ അത്രമാത്രം ഇഷ്ടമായിരിക്കുമെന്നും ആ കുട്ടിയായി രൂപമാറ്റം നടത്തി വന്ന മൗണ്ടെയിൻ ഗോഡ് പറയുന്നുണ്ട്. സോ അങ്ങനെ അവന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മൗണ്ടെയിൻ ഗോഡ് അയച്ച വെറും ഒരു ഒബ്ജക്റ്റ് മാത്രമായിരുന്നു ആ ഒരു ടൈഗർ. അങ്ങനെ ഇപ്പൊ ഈ പെൺ ആ ഒരു മരുന്നും കൊണ്ട് നേരെ നമ്മുടെ ചായയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേ നേരം അവളുടെ മെയ്ഡിന്റെ അടുത്ത് എനിക്ക് ഒരിക്കലും പ്രിൻസായി ഈ പെണ്ണെ വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ലെന്ന് പറയുന്നുണ്ട്. കാരണം അവൾക്ക് വേറൊരാളുടെ മാനിനെ ഒരിക്കലും തട്ടിയെടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് റിയൽ വേൾഡില് നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഇൻസിഡന്റ് കാരണം അവൾക്ക് ഉണ്ടായ പെയിനും അതുമൂലം അവൾ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ട് ഈ ഒരിക്കലും അത് ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ഇതേ നേരം അവിടേക്ക് വന്ന ഈബന്റെ ദേഹത്ത് ചോരയും പാടുകളൊക്കെ കാണുമ്പോൾ ഒരു മരുന്നെടുക്കാൻ പോയപ്പോൾ അവൻ എന്താണ് പറ്റിയതെന്ന് വളരെ വെറീഡായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്. ഇനി ഇത് കേട്ട് നീ എന്നെ പറ്റി ഇപ്പോൾ വെറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഈബൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ നമ്മുടെ ചായന്റെ മനസ്സിൽ ചെറുതായിട്ട് ഈബൻ കയറിയിട്ടുണ്ടോന്ന് നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നും. അങ്ങനെ പിന്നീട് പല അവസരങ്ങളിലായിട്ട് ഊണിനെ രക്ഷിച്ച കാരണം കൊണ്ട് ഊണിപ്പോ ചായക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് അവളെ ഊണിന്റെ റെസ്റ്റോറന്റിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇതിൽ സൈഡ് ക്യാരക്ടർ ആയിട്ടുള്ള ജങ്ങിന്റെ അടുത്തേക്ക് ഇപ്പൊ ഈബൻ വന്നിട്ട് തലേ ദിവസം അവൻ നമ്മുടെ ചായനെ ക്ഷണിച്ചിരുന്ന ആ ഒരു ക്ലബിലേക്ക് താനും ജോയിൻ ചെയ്യുന്നുണ്ടെന്നും ആ ഒരു ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്തോളാനും പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഇതേ നേരം ഊണിന്റെ ആ ഒരു ലെറ്റർ കണ്ടിട്ട് ആദ്യം ഊണിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആയിട്ടുണ്ടായിരുന്ന ഈബനെ തന്റെ വരവ് കാരണം കൊണ്ട് അവരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് വർക്ക്ഔട്ട് ആയില്ലെന്ന് ആ ഒരു കുറ്റബോധത്തിൽ ഇനി അവർക്കിടയിൽ ഒരിക്കലും പോവില്ലെന്ന് ആദ്യം തീരുമാനിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഊണിന് ആകെ കൂടിയുള്ളൊരു നല്ല ഫ്രണ്ട് താനാണെന്നും അതുകൊണ്ട് അവൾ എടുത്ത എഫേർട്ട് താൻ വേണ്ടെന്ന് വെച്ചാൽ അത് ഊണിനെ വേദനിപ്പിക്കുന്നു കരുതി അതിനിപ്പോ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവള് ജങ്ങിനെ കണ്ട് ആ ഒരു ക്ലബിലേക്ക് താൻ ഇന്ന് നൈറ്റ് വരാമെന്നും ഒപ്പം തന്റെ വേറൊരു ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് രാത്രി നമ്മളെ കാണിക്കുമ്പോൾ ആ ഒരു ക്ലബിലേക്ക് ഇപ്പൊ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഊണേനെയും കൂട്ടിയിട്ട് എത്തിയിട്ട് ഇപ്പൊ ജങ് അവരെ രണ്ടുപേരെയും ഒരു ക്ലബിലുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെയാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിൽ ഒന്നും കൂടി ഹാൻഡ്സം ആയ രീതിയിൽ നമ്മുടെ ഈ പെൺ അവിടേക്ക് എത്തുന്നത്. ഓൾറെഡി ഈ പെണ്ണിനെ പറ്റി കുറെ റൂമേഴ്സ് ഒക്കെ കേട്ട ബാക്കി എല്ലാവരും അവിടെ വളരെ ഓക്വേർഡ് ആയിട്ട് നിന്നപ്പോഴും അവന്റെ ആ ഒരു വരവും ലുക്കൊക്കെ കണ്ട് അന്തം വിട്ട് അവനെ തന്നെ നോക്കി ആകെ അന്തം വിട്ട് നിൽക്കാണ് അങ്ങനെ പെട്ടെന്ന് അവൾക്ക് എന്തോ വയ്യായ ഉള്ളതുകൊണ്ട് അവൾ വീഴാൻ പോകുമ്പോൾ അവളുടെ അടുത്ത് നിൽക്കുന്ന ജങ്
ജോങ്ങാണ് അവളെ താങ്ങി നിർത്തുന്നത്. അങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഈബൺ ആകെ ജലസിയായിട്ട് അവളുടെ മീതെന്ന് കൈയെടുക്കാനായിട്ട് ജങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെടാണ്. അങ്ങനെ ഈ ഒരു സീൻ കാണുമ്പോൾ ശരിക്കും ആ ഒരു നോവലിലുള്ള സ്റ്റോറി പോലെ തന്നെ നായകന് നായിക ബാക്കിയുള്ള മെന്നിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് ജലസി തോന്നുന്നുണ്ടെന്ന് ചാ വായിച്ചിരുന്ന ആ ഒരു കാര്യം അവള് ഓർമ്മിക്കുന്നുണ്ട്. ഇതേ നേരം ചാ ഇപ്പോ ആക്ച്വലി വെറുതെ ആയിരുന്നില്ല ഊണേനെയും കൂട്ടിയിട്ട് ഈ ഒരു ക്ലബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പകരം താൻ കാരണമാണ് ഊണയും പ്രിൻസായ ഈബണ്ണും പരസ്പരം കാണാതിരുന്നതെന്നും മാത്രമല്ല ഇടയിൽ താൻ വന്ന് ആ ഒരു എൻറ്റയർ സ്റ്റോറി തന്നെ മാറിപ്പോയിട്ട് ഇപ്പോൾ അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് ചാ തന്നെയാണെന്നും അതിലൂടെ ഊണേന്റെ ആ ഒരു ലീഡ് ആക്ട്രസിന്റെ ഒരു റോള് തന്നെ അവിടെ പോയി അവരുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്ട് ചെയ്തു എന്നൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കഥയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വീണ്ടും യഥാർത്ഥ സ്റ്റോറി എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ ഈബണിനെയും ഊണേനെയും ഒരുമിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ അവളുടെ ലക്ഷ്യം. അങ്ങനെ അതിനുവേണ്ടി ഒരു രണ്ടുപേരെയും പരസ്പരം ഒന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് അവള് സെറ്റ് ചെയ്ത ഒരു പ്ലാൻ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഒരു ക്ലബ്ബ്. അങ്ങനെ പിന്നീട് അവളുടെ പ്ലാനിന്റെ ഭാഗമായിട്ട് ആദ്യം എല്ലാവരുടെ മുമ്പിലും വെച്ച് ഊണനെ പുകഴ്ത്തി കുറെ പറയുന്നുണ്ടെങ്കിലും അവൾ ഇതൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഈവൻ ഊണിനെ ഒരു പ്രാവശ്യം പോലും നോക്കാതെ ഫുൾ ടൈം നമ്മുടെ ചായനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് ചാ ബുദ്ധിപൂർവ്വം ഊണിനെ കൊണ്ട് തന്നെ കുറെ ഫുഡൊക്കെ എടുപ്പിച്ച് ഈബണ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ഫുള്ള് ഈബൺ അവന്റെ ഫുൾ അറ്റൻഷൻ കൊടുത്തിരുന്നത് ചായക്ക് തന്നെയായിരുന്നു. മാത്രമല്ല ഇപ്പൊ ഊണ് അവളുടെ ഇഷ്ടത്തിന് കുറെ കാര്യങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്യും അവളുടെ ഇഷ്ടങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഈബൺ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ചെയ്യും പറയുന്നേയും കാണുമ്പോൾ അവർ തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് ബാക്കിയുള്ളവരെ അറിയിപ്പിക്കാതിരിക്കാനായിട്ട് അവൾ കരുതി കൂട്ടി തന്നെ അവിടെയുള്ള ഫുഡൊക്കെ എടുത്ത് ഈബന്റെ വായിൽ കുത്തിത്തിരുക്കി വെക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് ജങ് നേരത്തെ അവന്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നത് പോലെ തന്നെ അവനിപ്പോ ഒരു ട്രഷർ ഹണ്ട് ഗെയിം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ക്ലബിലിരിക്കുന്ന ലൊക്കേഷൻ മുഴുവനായിട്ട് ഓരോരോ സ്ഥലങ്ങളില് ജങ് ഓരോ ട്രഷേഴ്സ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് പോയിട്ട് കണ്ടുപിടിക്കാനും അവൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ചാ ഊണിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ഗതിക്ക് വെച്ച് അവൾക്ക് പെട്ടെന്നൊരു വയറുവേന ഉണ്ടെന്നും ഒരു ഗാർഡനിലേക്ക് ഒറ്റയ്ക്ക് പോവാനും അവള് ഊണിന്റെ അടുത്ത് ആവശ്യപ്പെടാണ്. അതായത് അവളുടെ പ്ലാൻ അനുസരിച്ച് ഈ ഒരു ഗാർഡനിലേക്ക് തന്നെ അവള് ഈബണിനെയും പറഞ്ഞു വിട്ട് അങ്ങനെ ഈബണിനെയും ഊണിനെയും പരസ്പരം കാണിപ്പിച്ച് അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു സംസാരമോ ഒരു അട്രാക്ഷനോ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് അവള് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവള് മാറിയിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഇപ്പൊ ജങ് വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇതേ നേരം ആദ്യമായിട്ട് അവളുടെ പ്ലാൻ പോലെ തന്നെ ഊണുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഈബൺ എത്തുകയും ഇതേ നേരത്ത് വളരെ റൊമാൻറ്റിക് ആയിട്ട് ആ ഒരു മരത്തിന്റെ മേളിൽ നിന്ന് ഒരുപാട് പെറ്റൽസ് ഒക്കെ താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ആ ഒരു പെറ്റൽസും ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാ അവളുടെ മെയ്ഡിന്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്തതാണെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം പ്ലാനിങ് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് കാണാനായിട്ട് ചാ ജങ്ങിന്റെ മീതെ നിന്ന് കയറി നിന്ന് അവിടേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകളും ആറ്റിറ്റ്യൂഡുകളുള്ള ഈബണ്ണും ഊൺ എയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ ഷെയർ ചെയ്യാതെ നടന്ന് നീങ്ങവേ തന്നെ അറിയാതെ ഇപ്പോ സ്ലിപ്പായിട്ട് അവിടെ സൈഡിലായിട്ടുണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ കൃത്യനേരം ഈബൺ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നത് അവര് രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യുന്ന പോലെയാണ് ചായ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചായക്ക് വേണ്ടത് ഈ ഒരു കാര്യം ആയിരുന്നെങ്കിലും പെട്ടെന്ന് അത് കണ്ടപ്പോ അവള് ആഗ്രഹിച്ചത്ര പോലെ അവൾക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അവരവിടെ ഹഗ് ചെയ്തതൊന്നല്ലെന്നും അവള് വീഴാൻ പോയ സമയത്ത് അറിയാതെ ഊണ് നമ്മുടെ ഈബന്റെ മേത്ത് കിടക്കുന്ന ഒരു സ്വേർഡും പിടിച്ചുകൊണ്ടാണ് ആ ഒരു പുഴയിലേക്ക് വീഴാൻ പോയതെന്നും ഈ ഒരു കാര്യം വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിയപ്പോ അവര് ഹഗ് ചെയ്യുന്നതായിട്ട് ചായക്ക് തോന്നിയതാണെന്നും നമ്മളെ പിന്നീട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഊണ് അങ്ങനെ വീഴാൻ പോയത് അവൻ കണ്ടിട്ടായാൽ പോലും അവളെന്ന് രക്ഷിക്കാണ്ട് അത് നോക്കിക്കായിരുന്നു നമ്മുടെ ഈബൺ. എന്നിട്ടും പോരാതെ അവളിപ്പോ അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് അവന് കൈ കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന നേരത്ത് ഡ്യൂഡായിട്ടുള്ള ഈബൺ ഇപ്പോ വീണ്ടും അവളെ മൈൻഡ് ചെയ്യാണ്ട് ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന അവന്റെ സ്വേർഡ് എടുത്ത് ഒരു സ്വേർഡ് തനിക്ക് അത്രയും പ്രഷ്യസ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. സോ ഇതും കൂടി കണ്ട് തന്റെ പ്ലാൻ എല്ലാം തന്നെ ഫെയിലായി പോയിന്ന് മനസ്സിലാക്കി അവളിപ്പോ പെട്ടെന്ന് ഷോക്ക്ഡ് ആയിട്ട് വീഴാൻ പോകുമ്പോ ജങ് അവളെ താങ്ങി നിർത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആരും തന്നെ ട്രഷർ കണ്ടുപിടിക്കാത്തോണ്ട് അവരെല്ലാരും കൂടി വീണ്ടും കൂടി ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ചായ ഇപ്പോ വളരെ ഫേമസ് ആയിരുന്ന അവളുടെ കോക്ടെയിൽ ഡ്രിങ്ക്സ് ഒക്കെ അവിടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ഗെയിമൊക്കെ കളിച്ച് പാവം ആ ഒരു ജങ്ങിന് പണിഷ്മെന്റ് ആയിട്ട് വളരെ ലഹരി കൂടിയിട്ടുള്ള ഒരു കോക്ടെയിൽ കുടിക്കാനായിട്ട് പണിഷ്മെന്റ് ഒക്കെ കിട്ടുമ്പോ പെട്ടെന്ന് എന്തോ ആകെ ശോകമായിട്ടിരുന്ന ഊണെ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു പണിഷ്മെന്റ് ഏറ്റുവാങ്ങി ജങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ഇപ്പൊ അവരെല്ലാവരും തന്നെ കോക്ടെയിലൊക്കെ കുടിച്ച് ആകെ ഫിറ്റായി അങ്ങനെ എൻജോയ് ചെയ്തിരിക്കെ തന്നെ പെട്ടെന്ന് അവിടെ ഒരു തീ പിടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒറ്റയ്ക്കായിരുന്ന ഊണിന്റെ അടുത്തേക്ക് ഇപ്പൊ ജങ്ങും അതുപോലെ തന്നെ വേറൊരു സൈഡിൽ ഒറ്റയ്ക്കായിരുന്ന ചായയുടെ അടുത്തേക്ക് ഇപ്പൊ ഈബണ്ണും എത്തിയിട്ട് ഈബണിപ്പോ അവന്റെ ഡ്രസ്സ് വെച്ച് തന്നെ അവളെ പൊതിഞ്ഞ് അവളെ എടുത്ത് തനിക്ക് എന്ത് പറ്റിയാലും അവൾക്കൊന്നും പറ്റരുതെന്ന് വിചാരിച്ച് വളരെ സേഫായി തന്നെ അവളെ എടുത്ത്
പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ നേരം കറക്റ്റായിട്ട് അവിടെ കുറെ ഫയർ വർക്ക്സ് ഒക്കെ വരുമ്പോൾ അത് രണ്ടുപേരും നോക്കി നിന്നിട്ട് എനിക്ക് നിന്നെ പോലെ ഒരു ബ്രൈഡിനെ തന്നെയാണ് വേണ്ടതെന്നും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ഈബണിപ്പോൾ ചായന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ ശരിക്കത്തെ ആ ഒരു സ്റ്റോറി എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ, ഓർ ശരിക്കും ചായയും ഈബണും ഒന്നിക്കോന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്, ടേക്ക് കെയർ ആൻഡ് ബൈ.